എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. പ്രിയ ദൈവമക്കളെ, വീണ്ടും മനോഹരമായൊരു പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് അല്പമായിട്ട് നമുക്ക് ധ്യാനിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം സന്തോഷകരമായ നിയമം എന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്താണ് സന്തോഷകരമായ നിയമം? അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വാക്യം സങ്കീർത്തനം 119 97 98 വാക്യങ്ങളാണ്. അത് ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അതെൻ്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളൊക്കെ ബുദ്ധിമാനാക്കുന്നു, അവ എപ്പോഴും എൻ്റെ പക്കൽ ഉണ്ട്. ഇത് ദൈവത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചാണ്, ന്യായപ്രമാണത്തെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഇന്ന് ലോകത്തിൽ മനുഷ്യനിർമ്മിതമായ അനേക നിയമങ്ങൾ അനേക രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. കാലിഫോർണിയയിലെ ബ്ലൈത്തിൽ 2 പശുക്കളില്ലാത്ത ഒരു വ്യക്തിക്ക് കൗബോയ് ബൂട്ട് ധരിക്കുവാൻ അനുവാദമില്ല. ബോസ്റ്റണിൽ രാത്രി ആകുന്നതിന് മുമ്പ് ആളുകൾ കുളിക്കണം എന്നൊരു നിയമം ഉണ്ട് എന്ന് പുസ്തകങ്ങളിൽ നമുക്ക് പഠിക്കാം. അതുപോലെ മിനിയാപോളിസിലുള്ള ലേക്ക് സ്ട്രീറ്റിൽ ചുവന്ന നിറത്തിലുള്ള കാർ ഓടിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അങ്ങനെ നമ്മൾ നിയമങ്ങളെ പരിശോധിക്കുമ്പോൾ ലോകത്തിലെ ഓരോ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ അനവധി നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചില നിയമങ്ങൾ നമുക്ക് വളരെ അത്ഭുതം തോന്നാം, ചില നിയമങ്ങൾ വളരെ അപ്രായോഗികമാണെന്ന് നമുക്ക് തോന്നാം, ചില നിയമങ്ങൾ വളരെ ബാലിശമാണെന്ന് തോന്നാം, ചില നിയമങ്ങൾ വളരെ തമാശയിലൂടെ നമ്മൾ എടുത്തു വന്ന് വരാം. അത് ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളുടേതായ പ്രത്യേകതയും അതിൻ്റെ വ്യത്യാസവുമാണ്. എന്നാൽ നിയമങ്ങൾ എന്തു തന്നെയായിരുന്നാലും എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? അത് നാം മനസ്സിലാക്കുന്നത് പോലെ നിയമങ്ങൾ എപ്പോഴും ഒരു സമൂഹത്തെ സമാധാനത്തിലും സന്തോഷത്തിലും തുടർച്ചയായിട്ടുള്ള വളർച്ചയിലും പുരോഗതിയിലും നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു രക്ഷാ കവചമാണ് നിയമങ്ങൾ. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും നിയമങ്ങൾ വലിയ ഭാരങ്ങളായിട്ട് അല്ലെങ്കിൽ നിയമങ്ങൾ വളരെ ദോഷമുള്ളതായിട്ട് മനുഷ്യർക്ക് തോന്നാറുണ്ട്. ഏത് നിയമങ്ങളും ഏത് രാജ്യത്തും. എപ്പോഴാണ് മനുഷ്യന് നിയമങ്ങൾ ഭാരമായി തോന്നുന്നത്, അല്ലെങ്കിൽ നിയമങ്ങൾ വേണ്ട എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഈ നിയമങ്ങൾ വളരെ കർക്കശമാണ്, ഇത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നൊക്കെ തോന്നുന്നത് എപ്പോഴാണ്? ആ നിയമങ്ങൾ ഉണ്ടാക്കിയ നിയമദാതാക്കളോടുള്ള നമ്മുടെ ബഹുമാനം കുറയുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ നിയമം അനുസരിക്കാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നിഷ്ടപ്രകാരം നമുക്ക് ജീവിക്കുവാനുള്ളൊരു സാഹചര്യം വേണമെന്ന് ചിന്തിക്കുമ്പോഴാണ് നിയമങ്ങൾ പലപ്പോഴും ഭാരമായിട്ടും നിയമങ്ങൾ പലപ്പോഴും വളരെ പ്രയാസം സൃഷ്ടിക്കുന്നതാണെന്ന് മനുഷ്യന് തോന്നുന്നത്. നാം ചിന്തിക്കുമ്പോൾ 2 തരത്തിലുള്ള നിയമങ്ങൾ ഈ ലോകത്തിൽ അല്ലെങ്കിൽ നാം പഠിക്കുമ്പോഴുണ്ട്. ഒന്ന് ഈ ലോകത്തിൻ്റെ നിയമങ്ങൾ, 2 ദൈവത്തിൻ്റെ നിയമങ്ങൾ. 1 യോഹന്നാൻ 4:19 പറയുന്നത്, ദൈവിക നിയമം എന്ന് പറയുന്നത് ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു, അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? നാം ദൈവത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു, നാം അവനെ സ്നേഹിക്കുന്ന മുമ്പായിട്ട്, ദൈവത്തെ സ്നേഹിക്കുന്ന മുമ്പായിട്ട് ദൈവം നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആ വേദവാക്യം നമ്മൾ പറയുന്നു. അപ്പോൾ അതിൽ നമുക്ക് 10 കൽപ്പനകളെക്കുറിച്ച് അറിയാം. ഇവിടെ റോമർക്കെഴുതിയ ലേഖനം 7:12 അപ്പോസ്തലൻ പൗലോസ് ദൈവിക നിയമങ്ങളെക്കുറിച്ച് പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നതായാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ.
എന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുമ്പോൾ ദൈവത്തിൻ്റെ നിയമമായ ന്യായപ്രമാണം അല്ലെങ്കിൽ 10 കൽപ്പന എത്രമാത്രം വിശുദ്ധവും അതുപോലെ ന്യായവും അതുപോലെ നല്ലതും ആകുന്നു എന്ന് പൗലോസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് സംസാരിക്കാൻ കാരണം. 10 കൽപ്പന അല്ലെങ്കിൽ ന്യായപ്രമാണം നമ്മൾ എടുക്കുമ്പോൾ അതിനെ ഓരോന്നിനും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകിച്ച് മനുഷ്യനോടുള്ള ആ ബന്ധത്തിലുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സമൂഹത്തിന് അനിവാര്യമായ അല്ലെ അത്യന്താപേക്ഷിതമായ അനേക അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, നമുക്കറിയാം, വ്യഭിചാരം ചെയ്യരുത്, അല്ലെങ്കിൽ നാം മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൊല ചെയ്യരുത്, അതുപോലെ അല്ലെങ്കിൽ നാം പ്രകൃതിയെ സംരക്ഷിക്കണം, അപ്പനെയും അമ്മയും ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ ഇതിലേത് നിയമമാണ് ഈ സമൂഹത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവമോ പ്രയാസമോ സൃഷ്ടിക്കുന്നത്? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ദൈവം നമുക്കറിയാം സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമാവുന്നു. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലുള്ള സകല ജനങ്ങൾക്കും ആവശ്യമായ അല്ലെങ്കിൽ ഒരു ഉപദേശം, ആവശ്യമായ ഒരു അല്ലെങ്കിൽ ഒരു അവർക്ക് വേണ്ട ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ദൂത് ഇതിലൂടെ കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് താൻ മനുഷ്യർക്ക് അല്ലെങ്കിൽ തൻ്റെ ജനമായ ഇസ്രായേലിന് മാത്രമല്ല സകല ജനങ്ങൾക്കും തൻ ന്യായപ്രമാണം കൊടുത്തപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുവാൻ കാരണം. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ നിയമം എത്രമാത്രം ഒരു മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവനെ നല്ല വഴിക്ക് നയിക്കുവാനും അവന് സമാധാനം നൽകുവാനും അവന് സന്തോഷം നൽകുവാനും അവൻ നല്ല വിധത്തിൽ ഈ സമൂഹത്തിൽ പ്രവർത്തിപ്പാനും അവൻ്റെ കുടുംബത്തോട് ഉത്തരവാദിത്വം നിർവഹിക്കാനും അവൻ്റെ അപ്പനന്മാരെ ബഹുമാനിക്കുവാനും അവൻ്റെ സഹജീവികളെ സ്നേഹിപ്പാനും ഈ പറയുന്ന ദോഷങ്ങളൊന്നും പ്രവർത്തിക്കാതെ ജീവിക്കാനും ചെയ്യുമ്പോൾ ഒരു സമൂഹം എത്ര ഉന്നതമായ അല്ലെങ്കിൽ ഗുണമുള്ള അല്ലെങ്കിൽ നിലവാരമുള്ള ഒരു സമൂഹമായിട്ട് മാറുന്നു. അതിനാൽ പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തിൻ്റെ നിയമമായ ന്യായപ്രമാണം അല്ലെങ്കിൽ 10 കൽപ്പന അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ സന്തോഷം, സമാധാനം, വളർച്ച, പുരോഗതി ഇതൊക്കെയും ലഭിക്കുവാൻ അല്ലെങ്കിൽ നേടുവാൻ നമുക്കതിലൂടെ സാധിക്കും. കാരണം ദൈവം എപ്പോഴും ന്യായവും നീതിയും സത്യമായ കാര്യങ്ങൾ മാത്രമാണ് ദൈവവചനത്തിലൂടെ സംസാരിച്ചിട്ടുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. അടങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അടങ്ങൾ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ നിയമങ്ങൾ അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. എന്നാൽ അതിലുപരിയായിട്ട് ദൈവത്തിന് ന്യായപ്രമാണമാവുന്ന 10 കൽപ്പനകൾ അടങ്ങൾ നൽകിയിരിക്കുന്നത് ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ അത് അടങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ അനുസരിച്ച് ഈ ലോകത്തിനും വരുവാനുള്ള ലോകത്തിനും ഏറ്റവും അനുയോജ്യരായ പൗരന്മാരായി അടങ്ങൾക്ക് വളരുവാൻ അടങ്ങളുടെ സഹജീവികളോടുള്ള ഉത്തരവാദിത്വം, കടമ, അടങ്ങളുടെ മാതാപിതാക്കളുടെ അടങ്ങളുടെ ഉത്തരവാദിത്വം, ഈ സമൂഹത്തോടുള്ള അടങ്ങളുടെ ഉത്തരവാദിത്വം, പ്രകൃതിയോടുള്ള അടങ്ങളുടെ ഉത്തരവാദിത്വം ഒക്കെ നിർവഹിച്ചുകൊണ്ട് ഒരു നല്ല ലോകത്തെ പടുത്തുയർത്തുവാനും ഒരു നല്ല ലോകത്തെ സൃഷ്ടിക്കുവാനുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം അടിയങ്ങൾ ഓരോരുത്തരും ആ അടിയങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലൂടെ അടിയങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ അത് പ്രാവർത്തികമാക്കുവാൻ അടിയങ്ങളോടൊന്ന് സഹായിക്കണം എന്നീ ചിന്തയിൽ ഭാഗവാക്കായ ഇത് കേട്ട് ഇത് മനസ്സിലാക്കുന്ന അതിന് പറയാൻ ജീവിക്കാൻ തീരുമാനമെടുക്കുന്ന ഓരോ എൻ്റെ മക്കളെയും അവിടുത്തെ കൃപയിൽ അവിടുന്ന് കാത്തുകൊള്ളണം, അനുഗ്രഹിക്കണം. അവരുടെ എല്ലാ ആവശ്യങ്ങളും കൂടിയിരിക്കണം. അവിടുത്തെ നന്മകളെ നിറയ്ക്കുകയും നിർത്തുകയും ചെയ്യണം. മാനവമത കർത്താവ് നെട്ടുകണം. എല്ലാ അടിയങ്ങൾക്കും ജീവനെ തന്ന യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപ കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ.